എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആമുഖമായിട്ട് രേഖപ്പെടുത്തുന്നു. നോമ്പുകാല ആരാധനകളുടെ ഭാഗമായി എനിക്കും ഇന്ന് ഈ സഭയിൽ വചനവുമായി നിൽക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ അവസരം ഒരുക്കിത്തന്ന സഭ കമ്മിറ്റിയോടും പ്രത്യേകിച്ച് കുഴിഞ്ഞവള വാർഡിൻ്റെ ഡീക്കനസായ ശ്രീമതി സതി അവറുകളോടുമുള്ള ഹാർദമായിട്ടുള്ള നന്ദി ഞാൻ ആമുഖമായിട്ട് രേഖപ്പെടുത്തുന്നു. നോമ്പുകാല ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത ആമുഖമായി അതിൻ്റെ കുറച്ച് വരികൾ ചൊല്ലിക്കൊണ്ട് വചനധ്യാനത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കവിത ഫാദർ ജോയ് ചെഞ്ചേരിലിൻ്റെ ഇതു നിനക്കായി എന്ന കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികൾ. നോമ്പുകാലവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവിത. ചങ്കിലെ ചോരയാ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. മനമിറ്റു വീഴുമി സ്നേഹപ്രവാഹത്തിൻ നനവേറ്റു ഋതുവായ പാഴ്നിലങ്ങൾ. നനവേറ്റു ഋതുവായ പാഴ്നിലങ്ങൾ. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് നിനക്കായി, ഇനിയും നിനക്കായി. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. വെറും വാക്കല്ലിത് ആഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ, ഇതു നിനക്കായി, ഇനിയും നിനക്കായി. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചക്കാലം ചിന്തിച്ചു വരുന്നത്. അനുതാപം, അനുസരണം, ഉപവാസം, ത്യാഗം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിച്ചു. കുഴിഞ്ഞവള വാർഡിന് തന്നിരിക്കുന്ന വിഷയം കരുണ എന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും സുവിദിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മതസംഹിതകളും, എല്ലാ ദർശനങ്ങളും, എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനുഷിക ഭാവമാണ് കരുണ എന്നുള്ളത്. സഹതാപം എന്ന വാക്കിനപ്പുറത്തേക്ക്, സഹാനുഭൂതി എന്ന വാക്കിനപ്പുറത്തേക്ക് കരുണ എന്ന വാക്കിന് ഒരുപാട് ആഴവും പരപ്പും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ബൈബിളിലുടനീളം കരുണയെക്കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള പഠിപ്പിക്കലുകളുണ്ട്. മലയാളത്തിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകം. അനുകമ്പാദശകം എന്ന് പറയുന്ന ആ കൃതിയിലെ 10 ശ്ലോകങ്ങളും അനുകമ്പയെക്കുറിച്ചുള്ളതാണ്, കരുണയെക്കുറിച്ചുള്ളതാണ്.
അതിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു ഭാഗം അരുളുള്ളവനാണ് ജീവി എന്നാണ്. ജീവി എന്നാൽ അരുൾ ഉള്ളവനാണ്. അനുകമ്പയുള്ളവനെ മാത്രമേ നമുക്ക് ജീവി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അത്രയും പ്രാധാന്യം ഈ കരുണ എന്ന വാക്കിന് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിളിൽ കരുണയ്ക്ക് കുറേ കൂടി ആഴത്തിലുള്ള ഒരു അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. അതിലേക്ക് ഒന്ന് കടന്നു പോകാം എന്നാണ് ഞാൻ ഈ രാത്രി ചിന്തിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട ഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. നല്ല ശമര്യക്കാരൻ്റെ ഉപമ. ബൈബിൾ പഠിച്ചു തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുകയും പഠിക്കുകയും കുഞ്ഞു പ്രായം മുതൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നല്ല ശമര്യക്കാരൻ്റെ കഥ. പക്ഷെ നല്ല ശമര്യക്കാരൻ്റെ കഥയെ പലപ്പോഴും നമ്മൾ പരിമിതപ്പെടുത്തി ചിന്തിക്കാറുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും എടുത്തുപയോഗിക്കുന്നത് നല്ല ശമര്യക്കാരൻ്റെ കഥയാണ്. നല്ല കൂട്ടുകാരൻ ആരാണ്? അവിടെ നല്ല ശമര്യക്കാരനെ നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ ഉപമ, അതിൻ്റെ പശ്ചാത്തലം നല്ല ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തലല്ല അതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മളത് ആദ്യ ഭാഗം മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം 10-ാമത്തെ അധ്യായത്തിലാണ് ഈ നല്ല ശമര്യക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്ത് പല സ്ഥലങ്ങളിലേക്ക്, വയൽ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അവർ ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം അവർക്ക് ഉണ്ടാകുന്നുണ്ട്, പല അത്ഭുതങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു. പക്ഷെ അവിടെ കർത്താവ് അവരെ ആ സന്തോഷത്തിലൂടെ ഒന്നും നടത്തുന്നില്ല. നമുക്ക് പെട്ടെന്ന് തോന്നും കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ? മനുഷ്യർ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത്, സ്വർഗത്തിൽ നിൻ്റെ പേരുണ്ടെങ്കിൽ നീ സന്തോഷിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ല ലോകപരമായ സൗഖ്യത്തിലോ സമാധാനത്തിലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ആധിക്യത്തിലോ ഒന്നുമല്ല കർത്താവ് അവിടെ അടിവരയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കും. എന്നിട്ട് തുടർന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്, അത് പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പല പ്രവാചകന്മാർക്കും ന്യായാധിപന്മാർക്കും പൂർവകാലത്തിൽ ജീവിച്ചിരുന്നവർക്കും ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കാത്ത വലിയ സത്യം ഈ ശിശുക്കളെ പോലുള്ള ആളുകൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ സംസാരിക്കുന്നത് അന്നത്തെ അത്തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിലാണ് കർത്താവ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും 70 ശിഷ്യന്മാർ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അതിനോടുള്ള കർത്താവിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ പങ്കുവയ്ക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ന്യായശാസ്ത്രി നമുക്കറിയാം, ന്യായപ്രമാണത്തിൻ്റെ മറുകര കണ്ടവരാണ് ന്യായശാസ്ത്രികൾ. ഒരു ന്യായശാസ്ത്രി കർത്താവിനെ പരീക്ഷിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നല്ല ശമര്യക്കാരൻ എന്ന് പറയുന്ന ഉപമയുടെ കാതലായ ചോദ്യം അതാണ്. നിത്യജീവൻ എന്നതാണ് അവിടുത്തെ വിഷയം. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് തർക്കിച്ചാണ് അവൻ ചോദിക്കുന്നത്, പരീക്ഷിച്ചാണ് അവൻ ചോദിക്കുന്നത് എന്ന് കർത്താവ് മനസ്സിലാക്കി ഉചിതമായ മറുപടികളാണ് കർത്താവ് എപ്പോഴും കൊടുക്കുന്നത്. ആരെ എന്തുദ്ദേശിച്ചാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള മറുപടി കർത്താവ് കൊടുക്കുന്നുണ്ട്. കർത്താവ് അവനോട് തിരിച്ച് ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എന്താണ് വായിക്കുന്നത് എന്ന് അവനോട് തിരിച്ച് ചോദിക്കുകയാണ്. ഒരു ചോദ്യം കൊണ്ട് തന്നെയാണ് കർത്താവ് അതിനെ നേരിടുന്നത്.
അപ്പം ന്യായശാസ്ത്രി പറയുന്നു, അത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഒക്കെ സ്നേഹിക്കണം, കൂടാതെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, നീ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്, നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിത്യജീവനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കർത്താവ് പറയുന്നത്. നിത്യജീവനെ പ്രാപിക്കുവാൻ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ന്യായപ്രമാണം പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക മാത്രമല്ല, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുമാണ്. നീ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ന്യായശാസ്ത്രി അവിടെയും വിട്ടുകൊടുക്കുന്നില്ല. ഈ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ ഒക്കെ ഒരു ഗർവ് കൊണ്ടായിരിക്കാം അവൻ വീണ്ടും ചോദിച്ചു. ബൈബിളിൽ പറയുന്നത് തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് എന്നാണ്. തന്നെ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അപ്പോൾ കർത്താവ് അതിന് മറുപടിയായിട്ട് ഈ ശമര്യക്കാരൻ്റെ കഥ അവിടെ പറയുകയാണ്. അപ്പോൾ ശമര്യക്കാരൻ്റെ കഥയിൽ അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അത് വളരെ കുഴപ്പം പിടിച്ച ഒരു വഴിയിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. അതിൻ്റെ പഠനങ്ങൾ ഒക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഒരു 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള യെരുശലേമിൽ നിന്നും കിഴക്ക് ഭാഗത്തായിട്ട് 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുത്തനെയുള്ള ഒരു ഇറക്കം ഭാഗമാണ്. ഈ യാത്രയ്ക്കൊക്കെ വളരെ ദുർഘടമായ ഒരു ഭാഗമാണ് കർത്താവ് അവിടെ പശ്ചാത്തലമായിട്ട് എടുക്കുന്നത്. അതിന് ബൈബിളിൽ തന്നെ പറയുന്നത്, അതിൻ്റെ പഠനങ്ങളിൽ രക്തപാത എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയ്ക്ക് ദുർഘടം പിടിച്ച ഒരു വഴിയാണ് ആ കഥ അവതരിപ്പിക്കാനുള്ള ഒരു ഭൂമിശാസ്ത്ര പശ്ചാത്തലമായിട്ട് കർത്താവ് എടുക്കുന്നത്. അപ്പോൾ അവിടെ യാത്ര ചെയ്ത ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുമ്പോൾ അവനെ മർദ്ദിച്ച് അവശനാക്കി അർത്ഥപ്രാണനായി വിട്ടുവെച്ചിട്ട് അവർ പോകുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് എതിർച്ഛയ. അവിടെ ഒരു പുരോഹിതൻ വരുന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നു പോകുന്നു. തുടർന്ന് ഒരു ലേവ്യൻ അവിടെ വരുന്നു, അവനും കണ്ടിട്ട് മാറി കടന്നു പോകുന്നു. തുടർന്ന് ഒരു ശമര്യക്കാരൻ വരുന്നു. അവൻ തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുക്കലേക്ക് എത്തുന്നു. എണ്ണയും വീഞ്ഞും പകരുന്നു. അവൻ്റെ മുറിവുകളെ വച്ച് കെട്ടുന്നു, വാഹനത്തിൽ കയറ്റുന്നു, ഒരു സത്രത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. തിരിച്ച് വരുമ്പോൾ ഇനി എന്തെങ്കിലും അധികം ചിലവിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ഈ 3 പേരിൽ ആരാണ് അവനോട് കരുണ കാണിച്ചത്? അപ്പം അവൻ ഈ 3 ആരാണ് അവന് കൂട്ടുകാരനായി തീർന്നത്? അപ്പോൾ അതിന് ന്യായശാസ്ത്രി പറയുന്ന മറുപടിയാണ്, അവനോട് കരുണ കാണിച്ചവൻ. അപ്പോൾ കർത്താവ് പറയുന്നുള്ളൂ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ കരുണ എന്ന വാക്ക് അവിടെ നിത്യജീവനിലേക്കുള്ള ഒരു പാതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഉപമയെ നിത്യജീവനുമായിട്ട് കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം മനുഷ്യൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഉൽപ്പത്തിയുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിമ മനുഷ്യൻ ഏദനിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ്റെ ചരിത്രം, ദൈവം ഏദനിലെ മണ്ണുപയോഗിച്ച്, ഏദനിലെ മണ്ണ് എന്ന് പറയുമ്പോഴും വിശുദ്ധിയുള്ള മണ്ണാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യനാൽ ഭൂമി ശപിക്കപ്പെട്ടു പോകുന്നതിന് മുമ്പുള്ള മണ്ണാണ്. ആ വിശുദ്ധമായ മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ നിർമ്മിക്കപ്പെട്ട മനുഷ്യനിൽ ദൈവം അവൻ്റെ ജീവശ്വാസം ഊതുന്നു. ആ ജീവശ്വാസം ഊതുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറുന്നു എന്നുള്ളത്. മനുഷ്യൻ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ ത്രിവിധ ഘടകങ്ങളുള്ള ഒരു അസ്തിത്വത്തിലേക്ക് അവൻ വരികയാണ്. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഏദനിൽ തന്നെ അവന് വീഴ്ച ഉണ്ടാകുന്നു. ദൈവം അരുത് അല്ലെങ്കിൽ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ നന്മതിന്മകളെ കുറിക്കുന്ന അറിവിൻ്റെ വൃക്ഷഫലം അവൻ കഴിക്കുന്നു. ദൈവം അവനോട് പറഞ്ഞിരുന്നു, നീ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അറിവിൻ്റെ വൃക്ഷഫലമാണ് അവനോട് ഭക്ഷിക്കരുത് എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്ത് ജീവൻ്റെ വൃക്ഷഫലമുണ്ട്,
എന്നാൽ അറിവിൻ്റെ വൃക്ഷഫലം അവൻ കഴിക്കുന്നു, അവൻ്റെ തേജസ് നഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അവൻ ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിപ്പോകുന്നു എന്നതാണ് സത്യം. ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിപ്പോകുന്നു. അപ്പോഴും അവന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും എല്ലാം ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിപ്പോകുന്നു. നേരത്തെ അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ദൈവത്തിൻ്റെ ജീവശ്വാസത്താലാണ് അവന് ദേഹി ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോഴവനൊരു എറ്റേണൽ ലൈഫാണ് അവനുണ്ടായിരുന്നത്. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അതാണ്. ഒരു നാശമില്ലാത്ത, മരണമില്ലാത്ത ഒരു എറ്റേണൽ നിത്യമായ ഒരു ജീവൻ കൊടുത്താണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ആക്കിയത്. നമ്മളവിടെ പഠിക്കുന്നുണ്ട്, വെയിലാറുമ്പോൾ ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യൻ, ദൈവം കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ദൈവം കൂടെ നടക്കാൻ. ദൈവത്തിന് മനുഷ്യനെ എന്തുകൊണ്ടാണ് സൃഷ്ടിയുടെ മകുടം എന്ന് പറയുന്നത്? ദൈവം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി സൃഷ്ടികർമ്മം നടത്തുന്നത് മനുഷ്യൻ്റെ. ദൈവത്തോടു കൂടെ വസിക്കാൻ, ദൈവത്തോടു കൂടെ നടക്കാൻ ദൈവം ഇഷ്ടപ്പെട്ടിരുന്നു മനുഷ്യനെ. പക്ഷെ മനുഷ്യൻ സാത്താൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുകയും ജഡത്തിൻ്റെ തലത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ നിത്യമായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവൻ മരണത്തിന്, ജഡീകമായ മരണത്തിന് വിധേയമായി തീരുന്നു. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ സ്ത്രീയുടെ സന്തതി, ഈ നിത്യജീവനിൽ നിന്ന് മനുഷ്യനെ അപകടത്തിലാക്കിയ മനുഷ്യന് വീണ്ടും ഒരു പുനർജീവിതം, വീണ്ടും ഒരു തിരിച്ചുവരവ്, ആത്മാവിലേക്ക്, ദൈവികമായ അസ്തിത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്ത്രീയുടെ സന്തതിയിലൂടെയാണ്. അതാണ് യേശു കർത്താവ് എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ആരംഭിക്കുന്നു എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമൊക്കെ പരിമിതീകരിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. ക്രിസ്മസിൻ്റെ ആഘോഷത്തിമുറുപ്പുകളിലൂടെ ഭാഗമായിട്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ശരിക്കും ഉൽപ്പത്തി 1-ാമത്തെ വാക്യത്തിനും അപ്പുറത്ത് നിൽക്കുകയാണ്. ആ ഒരു എറ്റേണിറ്റിയിലാണ് യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വം നിൽക്കുന്നത്. അതായത് ആദ്യം ഉണ്ടായവൻ എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്നാണ്. ആദ്യം ഉണ്ടാക്കപ്പെട്ടവൻ ക്രിസ്തുവാണ്. അത് വചനത്തിൻ്റെ രൂപത്തിലാണ്, വചനമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 പറയുന്നത്. നമ്മൾ ബൈബിളിൻ്റെ ചരിത്രത്തെ ഒരു കാലഗണന അനുസരിച്ച് അടുക്കിയാൽ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളത്. ആ വചനമാകുന്ന ദൈവം ജഡം ധരിച്ച് മനുഷ്യനായി തീരുന്നു. മനുഷ്യനുമായിട്ടുള്ള ഒരു സാത്മീകരണത്തിലൂടെ, അതാണ് ശരിക്കും കരുണയുടെ ഒരു ഏറ്റവും ബഹുലമായ ഒരു പാഠം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അന്ന് നഷ്ടപ്പെട്ടു പോയ, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എറ്റേണിറ്റി, ആ ഒരു നിത്യജീവനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിനെ ശരിക്കും മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് എന്ന് പറയുന്ന വചനത്തെ ശരിക്കും മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ആ ഒരു തിരിച്ചുവരവ് നമുക്ക് സാധ്യതമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതിനുള്ള പ്രായോഗികമായ പാഠങ്ങളാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ ലേഖനങ്ങളെക്കുറിച്ചൊന്നും അധികമൊന്നും ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുമില്ല എന്നുള്ളതാണ്. പലപ്പോഴും ചില അതിനകത്തുള്ള ആത്മീകമായിട്ടുള്ള പൊരുളുകൾ, അർത്ഥങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഈ ഒരു രൂപാന്തരത്തെക്കുറിച്ച്, നിത്യജീവനിലേക്കുള്ള മനുഷ്യൻ്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് കർത്താവിലൂടെ, വചനത്തിലൂടെ സാധിക്കുക എന്നതിനെക്കുറിച്ച്, ആ ആത്മീയതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലൂസ് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും പങ്കാളികളായി തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തിനും
പുനരുത്ഥാനത്തിനും പങ്കാളികളായി തീരണം. അതായത് ക്രിസ്തുവിന് സംഭവിച്ച അതേ പ്രോസസ്സുകൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടക്കണം എന്നുള്ളതാണ്. അപ്പോസ്തലൻ അവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെടണം എന്നാണ്. ഒന്നാമത്തെ തലം അതാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെടണം. അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ പാപരഹിതനായ ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പാപങ്ങളോടൊപ്പം നമ്മൾ കുഴിച്ചിടപ്പെടണം. പക്ഷെ അതൊരിക്കലും നടക്കുന്നതല്ല. കാരണം പാപത്തോടൊപ്പം നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ചേർന്നിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് നടക്കേണ്ടുന്നത് നമ്മുടെ ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ മുഴുവൻ നമ്മൾ ക്രൂശിക്കണം എന്നുള്ളതാണ്. ഉരിഞ്ഞു കളയേണ്ടുന്ന പാപസ്വഭാവങ്ങളെ ഞാനും നിങ്ങളും ഉരിഞ്ഞു കളയണം. മരിപ്പിക്കേണ്ടുന്ന അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു നിത്യജീവനിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെടുന്ന നമ്മൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ പാപരഹിതനായി നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കാണാം. തുടർന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു പ്രക്രിയ അവനിൽ നടക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഒരു എക്സസൈസാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പറയുമ്പോൾ അതെല്ലാം വലിയ എളുപ്പമാണ്. പക്ഷേ അത് ജീവിതത്തെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വലിയ വെല്ലുവിളിയാണ്. വളരെ സാഹസികത നിറഞ്ഞതാണ് ആധ്യാത്മികമായിട്ടുള്ള ജീവിതം. ബാഹ്യമായ തലങ്ങളിലോ ബാഹ്യമായ ആചാരങ്ങളിലോ അനുസരണങ്ങളിലോ ആചാര അനുഷ്ഠാനങ്ങളിലോ നിയമങ്ങളിലോ കാട്ടിക്കൂട്ടലുകളിലോ ഒന്നും ഈ വിശ്വാസ ജീവിതത്തെ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് പറ്റില്ല. ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനോടൊപ്പം നമ്മൾ കുഴിച്ചിടപ്പെടണം, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണം, തുടർന്ന് ക്രിസ്തുവിൽ ജീവിക്കണം. അപ്പോസ്തലൻ അവിടെ സ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അത് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രത്യക്ഷമായ അടയാളമാണ് സ്നാനം. സ്നാനമല്ല അവിടെ യഥാർത്ഥത്തിൽ പ്രധാനം, മറിച്ച് ഈ പ്രോസസ്സുകൾ, ഈ 3 പ്രക്രിയയാണ് ഏറ്റവും പ്രധാനമായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അല്ല, സ്നാനമെടുത്തതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിച്ചേരാൻ ഒരിക്കലും കഴിയില്ല എന്ന് അസന്നിഗ്ധമായി അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെടുകയും ക്രിസ്തുവിൻ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തുവായി തീരുക. അതുകൊണ്ടാണ് നമ്മൾ ലേഖനഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അമ്പരപ്പോടുകൂടി നമുക്ക് എത്രത്തോളം ഒരു ക്രിസ്തുവിനെ ധരിക്കുവാൻ നമുക്ക് കഴിയും, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരാൻ കഴിയും, ഒരു ക്രിസ്തുവിനെ പോലെ സമസ്വഭാവമുള്ളവരായിട്ട് എങ്ങനെയാണ് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ്. ആ ഒരു തലമാണ് നിത്യജീവൻ്റെ തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപമയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, 2 കൂട്ടരാണ് അതിനകത്ത് ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് കരുണ, നിത്യജീവൻ, ഞാൻ ഈ പറഞ്ഞു വച്ച ഈ നിത്യജീവൻ്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കരുണപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടി ആഴമുള്ളതായി തീരണം എന്നുള്ളതാണ്. ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പല പുണ്യപ്രവൃത്തികൾ നമ്മൾ ചിലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാനടക്കം നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലേ, നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, സഭ ചെയ്യുന്നില്ലേ, സമൂഹം ചെയ്യുന്നില്ലേ, വിദ്യാലയങ്ങൾ ചെയ്യുന്നില്ലേ, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന അതെല്ലാം നിൻ്റെ നീതി പ്രവൃത്തികളൊക്കെ കറ പിടിച്ച തുണി പോലെ എന്നാണ് പറയുന്നത്. കറ പിടിച്ച തുണി എന്നാണ്. അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറേ കൂടി ആഴത്തിലേക്ക് നിൻ്റെ കരുണപ്രവൃത്തികളൊക്കെ മാറണം എന്നുള്ളതാണ്. ഇത് ദയാബായിയെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ദയാബായി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് ദയാബായി. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ്. അവർ കോട്ടയം ജില്ലക്കാരിയാണ്. കോട്ടയത്ത് അവർ മെഴ്സി മാത്യു എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. അവർ നഴ്സിംഗൊക്കെ പഠിച്ച് പിന്നീട് സിസ്റ്ററാകാൻ വേണ്ടിയിട്ട് ഒരു മഠത്തിൽ ചെന്നു. ഒരുപാട് ദിവസമൊന്നും അവിടെ പാർത്തില്ല അവർ. കാരണം ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം ആ മഠത്തിലേക്ക് എത്തിച്ചേർന്ന ആദിവാസികളായ കുഞ്ഞുങ്ങളെ അന്നത്തെ അവിടുത്തെ മേലധ്യക്ഷന്മാർ, അവിടുത്തെ ആളുകളും അത്ര കണ്ട് സ്വീകരിക്കാത്തതിൽ മനസ്സും അടുത്ത മെഴ്സി മാത്യു ആ രാത്രി തന്നെ അവിടെ നിന്ന് മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്.
പിന്നീട് അവർ ഈ ഗുജറാത്തിലും ഒറീസയിലുമൊക്കെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആദിവാസിയെ പോലെ ജീവിക്കുന്നു. ഇപ്പോഴും ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആദിവാസിയെ പോലെ ജീവിക്കുന്നു. യൂട്യൂബിലൊക്കെ നമ്മൾ അവരുടെ ഡോക്യുമെൻ്ററിയോ അവരുടെ ചിത്രമൊക്കെ അടിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരോട് ഒരിക്കൽ ചോദിച്ചു, അവർ മെഴ്സി മാത്യു എന്നാണ് അവരുടെ പേര്, അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കാണുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയാണ് അവരും ചെയ്യുന്നത്. അപ്പം ഈ പുണ്യപ്രവൃത്തികൾ, കരുണ നിറഞ്ഞ പ്രവൃത്തികളെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കുഴപ്പം പിടിച്ച ഒരു സാധനമാണ്. കുറച്ച് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉപമയിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഇവനെ കണ്ടിട്ട് മാറിക്കടന്നു പോയ ഒരു വിഭാഗം, ഒന്ന് സ്വീകരിച്ച ഒരു വിഭാഗം. കർത്താവ് ഈ ഉപമ ന്യായശാസ്ത്രിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായശാസ്ത്രിയുടെ പള്ളക്കിട്ട് തന്നെയാണ് കർത്താവ് കൊടുക്കുന്നത്. അന്നത്തെ പുരോഹിത വൃന്ദത്തെയാണ് അവിടെ അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്. പുരോഹിത വൃന്ദം മാത്രമല്ല, അന്നത്തെ പള്ളി, അന്നത്തെ സഭ, അന്നത്തെ വ്യവസ്ഥാപിത മതസങ്കല്പങ്ങൾ, മതബോധങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, കെട്ടുപാടുകൾ, അനുഷ്ഠാനങ്ങൾ, ഈ ന്യായപ്രമാണങ്ങളുടെ ഒരു സാഹസികതയും ന്യായപ്രമാണങ്ങളുടെ ആ ഒരു അപ്രമാദിത്വത്തെയും കർത്താവ് അവിടെ വിദഗ്ധമായി അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, കാരണം ന്യായപ്രമാണത്തിനും അപ്പുറത്ത് സുവിശേഷത്തിന് ഒരു അധീശത്വമുണ്ട് എന്ന് കർത്താവ് എല്ലാ ഭാഗത്തും സ്ഥാപിക്കുന്നുണ്ട്. ലേഖനഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ അത് നിശ്ചിതമായി തന്നെ അപ്പോസ്തലനായ പൗലൂസൊക്കെ പറയുന്നുണ്ട്. ഗലാത്യ സഭയോടൊക്കെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പരിച്ഛേദനയിലല്ല കാര്യം, അഗ്രചർമ്മത്തിലല്ല കാര്യം, ന്യായപ്രമാണത്തിൻ്റെ പുറകെയാണ് നിങ്ങൾ ഇപ്പോഴും പോകുന്നതെങ്കിൽ പിന്നെ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്തിന്? അത് നിഷ്ഫലം ആയി പോകത്തില്ലയോ എന്ന് വളരെ പരുഷമായിട്ട് ഗലാത്യ സഭയോട് ചോദിക്കുന്നുണ്ട്. കാരണം ഗലാത്യ സഭയിൽ വേണ്ടപ്പെട്ട ആളുകളാണ് അവിടെ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ള ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ അവരെ പരിച്ഛേദന ചെയ്യണം. വിശ്വാസത്തിലേക്ക് വരുന്ന ജാതികളിൽപ്പെടുന്ന ആളുകളെല്ലാം പരിച്ഛേദന ഏൽക്കണം. അവരങ്ങനെയുള്ള യഹൂദന്മാരുടെ ആചാരമര്യാദകളെല്ലാം അനുഷ്ഠിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഭയങ്കരമായിട്ട് ഇടപെടുന്ന ഒരു ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. സത്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും. കാരണം അന്നത്തെ സഭയ്ക്കും ഇന്നത്തെ സഭയ്ക്കും ഇനി വരാൻ പോകുന്ന എല്ലാ സഭാകാലത്തിനും യോജിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും തർക്കങ്ങളും വളരെ ശക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലൻ ഗലാത്യ സഭയോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ ക്രിസ്തുവിനെ ഇത്രയും സൂക്ഷ്മമായി നിങ്ങളുടെ മുന്നിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങൾ വേറൊരു സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത്രയും സൂക്ഷ്മമായിട്ട് ക്രിസ്തുവിനെ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങൾ എന്തിനാണ് വേറൊരു സുവിശേഷത്തിലേക്ക് പോവുക? ഈ ന്യായപ്രമാണം പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. പൗലോസ് അപ്പോസ്തലന് മുമ്പ് കർത്താവ് അന്നത്തെ സഭയോട്, അന്നത്തെ നേതൃത്വത്തോട്, അന്നത്തെ മതബോധ ചിന്തകൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. മാറിക്കടന്നു പോകുന്നത് സഭയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു തലത്തിൽ നമ്മളതിനെ ഒന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം പുരോഹിതരവിടെ മാറിക്കടന്നു പോകുന്ന അന്നത്തെ നമ്മുടെ ലേവ്യ പുസ്തകവും അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിലുമൊക്കെ പുരോഹിതന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഈ ശബത്തിൽ തൊട്ടുപോയാൽ അശുദ്ധിയാണ്. 7 ദിവസം അശുദ്ധനായിരിക്കണം. ശവത്തിൽ തൊട്ടുപോയോ അല്ലെങ്കിൽ ഇങ്ങനെ ശവപ്രായമായി കിടക്കുന്നവരെ നോക്കുകയോ അല്ലെങ്കിൽ അശുദ്ധിയാണ്. പക്ഷെ അവിടെ തന്നെ അതിൻ്റെ തുടർഭാഗത്ത് ഇപ്പോൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോൾ 3 ദിവസത്തിലും 7 ദിവസത്തിലും 2 ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ വീണ്ടും ശുദ്ധിയിലേക്ക് വരാൻ കഴിയും എന്നൊരു ഓപ്ഷൻ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് അന്നത്തെ മതം അല്ലെങ്കിൽ യാഥാസ്ഥിതിക ചിന്തയോടുകൂടി നടന്ന ആളുകൾ അത് മാറിക്കടന്നുപോയി എന്ന് ചോദിച്ചാൽ ഈ ശുദ്ധിയാണ് അവിടെയും പ്രശ്നമായത്. ഈ ശവത്തിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ
3 ദിവസവും 7 ദിവസവും ഇങ്ങനെ 2 ദിവസങ്ങളിലായിട്ട് ശുദ്ധീകരണ ജലം തളിച്ച് ശുദ്ധി പ്രാപിക്കണം എന്ന ഒരു ചിന്ത അന്നത്തെ പൗരോഹിത്യത്തെ അലട്ടിയിട്ടുണ്ടാകണം എന്നുള്ളതാണ്. എൻ്റെ റെഫറൻസ് ബൈബിളിൽ ഞാനൊന്ന് നോക്കിയപ്പോൾ അന്ന് ഈ എരീഹോ എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ഒരു നഗരമായിട്ടാണ് പറയുന്നത്. 12,000-ൽ പരം പുരോഹിതന്മാർ ആ ആലയവുമായിട്ട് ബന്ധപ്പെട്ട്, യെരൂശലേം ദേവാലയവും അവിടുത്തെ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് അന്നവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവർക്കത് അന്നത്തെ ഒരു ആചാര മര്യാദകൾക്ക് അകത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചപ്പോഴാണ് അവർക്ക് കരുണയുടെ പാഠത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിലൂടെ, ആചാരങ്ങളിലൂടെ, ഇപ്പം നമ്മുടെ ആഗോള സഭകളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെക്കാളും ഒക്കെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് നമ്മുടെ സഭകളുമൊക്കെ ഇന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു കാലത്തൊക്കെ വിഗ്രഹങ്ങൾ നമുക്ക് നിഷിദ്ധമായിരുന്നു. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ ആലോചിക്കുന്നു, വീടിനകത്ത് നമുക്കൊരു പുൽക്കൂട് പോലും വയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലൊരു പുൽക്കൂട് നമുക്ക് നിഷിദ്ധമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. പുൽക്കൂട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും, വിഗ്രഹത്തെ നോക്കും, വിഗ്രഹത്തോട് സ്നേഹം തോന്നും, വിഗ്രഹത്തൊന്ന് ആരാധിക്കണമെന്ന് തോന്നും. അപ്പോൾ അത് നമ്മൾ ഇതിനൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ നമുക്കതിനോട് അത്ര ഒരു ആഭിമുഖ്യം തോന്നാറില്ല എന്നുള്ളതാണ്. വിഗ്രഹങ്ങൾ, സഭ തന്നെ പലപ്പോഴും വിഗ്രഹങ്ങളായിട്ട് മാറുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ആയിത്തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഒരു പക്ഷേ നമ്മുടെ കരുണയുടെ തലത്തെ ശിഥിലമാക്കി കളയും എന്ന് ഓർക്കുക. ഇവിടെ ഈ ഉപമയിൽ കർത്താവ് പ്രതിക്കൂട്ടിൽ കയർത്തുന്നത് അന്നത്തെ വിശ്വാസ സമൂഹത്തെയാണെന്നുള്ളതാണ്. അത് പുരോഹിതൻ അവിടെ ഒരു കഥാപാത്രമാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ സഭയാണ്, സഭയിലെ അംഗങ്ങളെയാണ്. ആ വ്യവസ്ഥാപിത മതബോധത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവർക്കാർക്കും അവർക്ക് ആചരണങ്ങൾക്കാണ് പ്രാധാന്യം, അവരുടെ ശുദ്ധിക്കാണ് പ്രാധാന്യം, ആ ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചത്. അതുകൊണ്ട് ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ തൊടാനോ അവനെ സഹായിക്കാനോ അവർക്ക് കഴിയാതെ പോയി എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ഒരു ശമര്യക്കാരനാണ്. ശമര്യക്കാരൻ്റെയും പ്രശ്നം ഇതാണ്, അവനും ശുദ്ധി ഇല്ലാത്തവനാണവൻ. അതുകൊണ്ടാണ് പുരോഹിതനെയും ശമര്യക്കാരനെയും ഈ വിരുദ്ധ കോണിൽ നിന്നുകൊണ്ട് കർത്താവ് ബുദ്ധിപൂർവമായിട്ട് അവതരിപ്പിക്കുന്നത്. പുരോഹിതന് ശുദ്ധിയാണ് പ്രശ്നം, എന്നാൽ ശമര്യക്കാരൻ അശുദ്ധനാണ്. അവൻ ഇവൻ്റെ അടുക്കൽ വരാനുള്ള ശുദ്ധിയുള്ളവനല്ല. കാരണം ശമര്യക്കാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദജനം പ്രവാസത്തിലേക്ക് പല യഹൂദന്മാരും പോകുന്ന അവസരത്തിൽ അന്ന് ആ നാട്ടിൽ ഉണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന അവിടെ നിന്ന് പ്രവാസത്തിലേക്ക് കടന്നു പോകാതിരുന്ന യഹൂദന്മാരും ആ സമയത്ത് അവിടേക്ക് കുടിയേറി പാർത്തവരായിട്ടുള്ള ജാതികളായിട്ടുള്ള ആൾക്കാരും ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലൂടെ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ജനിച്ച സന്തതി പരമ്പരകളാണ് ഈ ശമര്യർ. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്യൂരിറ്റി, വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവരുടെ യാഥാസ്ഥിതികത്വത്തിൽ വളരെ ഗോത്ര വിശുദ്ധി അവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവരതുകൊണ്ട് തന്നെ ശമര്യക്കാരെ ഒരിക്കലും അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ശമര്യക്കാർ ഒരു പ്രത്യേക പ്രവിശ്യയിൽ അവർ ഗരിസീം എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്ത് ഒരു ക്ഷേത്രമൊക്കെ പണിത്, അത് ക്രിസ്തുവിന് മുമ്പ് തന്നെ 300 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിത് അവിടെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് നമ്മൾ ശമര്യക്കാരി സ്ത്രീയെ കാണുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവൾ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ആ മലയിൽ ആരാധിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ആ മലയിലുള്ള ആരാധനയും ഈ മലയിലുള്ള ആരാധനയൊന്നും അല്ല ആരാധന എന്ന് കർത്താവ് ശമര്യക്കാരി സ്ത്രീയുമായിട്ടുള്ള ആ സംവാദത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്ക് മോശയുടെ ന്യായപ്രമാണം മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. മോശയാണ് അവരുടെ ദൈവമല്ല. മശിഹയേക്കാൾ ഉയർന്നവനാണ് മോശയുടെ അപ്രമാദിത്വത്തിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവർ അശുദ്ധി കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ശമര്യക്കാരൻ. പക്ഷേ ശമര്യക്കാരൻ ചെയ്യുന്ന കാര്യം നമുക്ക് വളരെ സുപരിചിതമാകുന്നുണ്ട്. അതുകൊണ്ടത് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് ശമര്യക്കാരൻ തൻ്റെ കരുണയെ പ്രദർശിപ്പിക്കുന്നത്. അതിനെ ഒന്ന് ക്രമപ്പെടുത്തി ആ ക്രിയകളെ ഒന്ന് പറഞ്ഞാൽ,
ഒന്ന്, അവൻ്റെ അടുക്കൽ എത്തുന്നു. അത് തന്നെ വലിയ പ്രധാനമാണ് കേട്ടോ. അവൻ്റെ അടുക്കൽ എത്തുന്നു. കർത്താവിന് ഇത് പറയാനുള്ള ആർജവമുണ്ട്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഇത് ചെയ്ത ആളാണ്. അവൻ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ ആളാണ്. കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യം, പാളയത്തിന് അപ്പുറത്ത് താമസിക്കുവാൻ വിധിക്കപ്പെട്ടവനെ തൊട്ട് സൗഖ്യമാക്കി വിപ്ലവം സൃഷ്ടിച്ചവനാണ് കർത്താവ്. കർത്താവ് അതുകൊണ്ട് അവൻ പറയുന്നു, ഈ ശമര്യക്കാരൻ അവൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു. 2, അവനെ കണ്ടു. 3, മനസ്സലിഞ്ഞു. 4, എണ്ണയും വീഞ്ഞും പകർന്നു. 5, അവൻ്റെ മുറിവുകളെ വച്ചു കെട്ടുന്നു, അവൻ്റെ വാഹനത്തിൽ കയറ്റുന്നു. 6, 7, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 8ാമതായിട്ട് 2 വെള്ളിക്കാശ്, അവൻ്റെ ഒരു വീണ്ടെടുപ്പ് വില അവിടെ കൊടുക്കുകയാണ്. 2 വെള്ളിക്കാശെടുത്ത് സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കുന്നുണ്ട്, ഇവന് വേണ്ടിയിട്ട് ചെലവിടുവാൻ വേണ്ടിയിട്ട്. 9ാമത് അവൻ പറയുന്നുണ്ട്, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്നുള്ള ഒരു അഷുറൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പും കൂടി കൊടുത്തിട്ടാണ് ഈ നല്ല ശമര്യക്കാരൻ കടന്നു പോകുന്നത്. അപ്പോൾ കരുണ എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിക്ക് അപ്പുറത്തേക്ക് വിശാലമായ മാനങ്ങളുള്ള ഒരു പദമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ രാത്രി ഉണ്ടാകേണ്ടത്. കമ്പാഷൻ എന്ന ആ ഒരു വാക്ക് മറ്റൊരാളോട് അവൻ്റെ ദുഃഖത്തിൽ നമ്മൾ സാത്മീകരിക്കുന്ന ഒരവസ്ഥ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അരുളുള്ളവനാണ് ജീവി. അതൊരു മന്ത്രം പോലെ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ സംസാര സാഗരം നീന്തിക്കടക്കണമെങ്കിൽ നീ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. കരുണയിലൂടെ മാത്രമേ നിനക്ക് ഈ സംസാരമാകുന്ന, ഈ ലോകമാകുന്ന സാഗരം നീന്തിക്കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണ എന്ന് പറയുന്ന ആ ഒരു വലിയ മാനുഷികമായ ഭാവത്തിൻ്റെ നമ്മൾ പല തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട് എന്നാണ്. അതിനെ വളരെ നിസാരമായ ഒരു ഭാവമായിട്ട്, നിസാരമായ ഒരു തലത്തിലൂടെ നമ്മൾ കാണാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ അല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ചില സഹായങ്ങളോ ചില പ്രവർത്തനങ്ങൾക്കോ ഒക്കെ അപ്പുറത്തേക്ക്, അത് ഞാൻ നേരത്തെ ദയാബായിയുടെ ചരിത്രം പറഞ്ഞത്. പലപ്പോഴും ഈ ചില ആൾക്കാർ സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ ദരിദ്രരായ ആളുകളെക്കുറിച്ച് ചിലപ്പോൾ വേവലാതിപ്പെടുന്നത് ഏറ്റവും സമ്പന്നമായ ഒരു അവസ്ഥയിലിരുന്നു കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുഃഖിക്കുന്നവനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനകത്ത് ഒരു എത്തിക്സിൻ്റെ പ്രശ്നമുണ്ട് എന്നാണ്. ഈ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ചൊക്കെ പണ്ട് പറയാറുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ ഏറ്റവും നല്ല വീടുകളിൽ താമസിച്ചുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ച് സമരം ചെയ്യും, പ്രശ്നമില്ലാത്ത പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും, ഓരോ വിശ്വാസിയുടെയും, ഓരോ വിശ്വാസ ജീവിതത്തിൻ്റെയും അടിസ്ഥാന ശില എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കരുണയാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കേണ്ടത്, ഒരു നിത്യമായ ജീവിതത്തിലേക്ക്. അത്തരം ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം എന്നാണ്, നമ്മുടെ പഠിപ്പിക്കലുകളിൽ അതുണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് വചനം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. വളരെ സൂക്ഷ്മമായിട്ടാണ് പല കാര്യങ്ങളും, പലതരത്തിലുള്ള പഠനങ്ങൾ, ചിന്തകൾ നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമസിൻ്റെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. വീണ്ടും ജനിക്കാൻ, പുതുതായിട്ടുള്ള ജനനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല എന്നാണ് ആദ്യം പറയുന്നത്. പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അവൻ ബാലിശമായൊരു മറുപടി പറയുന്നുണ്ട്, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത് എന്നാണ്. അപ്പോൾ വീണ്ടും കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്, നീ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിനകത്ത് കടക്കാൻ കഴിയുകയില്ല. ഒരു കോണ്ടക്സ്റ്റിൽ തന്നെ കർത്താവ് രണ്ട് രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. പുതുതായി ജനിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ കഴിയും, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിനകത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ. ആ നിത്യജീവൻ്റെ ഉദാത്തമായ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഠിപ്പിക്കലുകൾ,
ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ പുറകെ നടന്ന് നമ്മുടെ സമയം പാഴാക്കാതെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വചനസ്നാനത്തിലൂടെ, വചനത്തിൽ മുങ്ങിത്താഴുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിനെ ധന്യതയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മുഖാന്തരമായി നമ്മുടെ ചിന്തകളും പഠനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ആയിത്തീരട്ടെ. നമ്മുടെ പ്രവൃത്തികൾ വെറും കറപുരണ്ട തുണി പോലെ കേവലമായ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് പടവുകളിലൂടെ കടന്നുപോയ ഈ ശമരിയക്കാരനെ പോലെ അവൻ്റെ അടുക്കലെത്താനും തൻ്റെ കൈവശം ഉണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും അങ്ങോട്ട് കൊടുക്കാനും, അല്ലേ, ആ പ്രോസസ്സുകളെല്ലാം നമ്മൾ കാണുന്നതാണ്. അവനെ കണ്ടു, അവൻ മനസ്സലിയുന്നു, മനസ്സലിഞ്ഞിട്ട് തൻ്റെ കൈവശം ഉള്ളതിനെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവനെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി അവനോടൊപ്പം സഞ്ചരിക്കുന്നു. അവനോടൊപ്പം സഞ്ചരിച്ച് സത്രത്തിലെത്തുകയാണ്. സത്രത്തിലെത്തിയിട്ട് അവന് വേണ്ടി രക്ഷ ചെയ്യുകയാണ്. ഒരു വീണ്ടെടുപ്പ് വില കൊടുത്ത് രക്ഷ ചെയ്യുന്ന ശമര്യക്കാരനെ പോലെ ഇങ്ങനെ ഒന്നിലധികം പടവുകളിലൂടെ സഞ്ചരിച്ചാണ് തൻ്റെ കരുണ അവിടെ ശമര്യക്കാരൻ പ്രദർശിപ്പിക്കുന്നത്. അവിടെ അവൻ്റെ അശുദ്ധി ഒരു ഘടകമേ ആയി മാറിയില്ല. വഴിമാറി കടന്നുപോയ പുരോഹിതനും ലേവ്യനും ഒരുപക്ഷെ ചിന്തിക്കാമായിരുന്നു, ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തെ പ്രവർത്തനത്തിലൂടെ എനിക്ക് വീണ്ടും ശുദ്ധി കൈവരിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ന്യായപ്രമാണം തരുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ശമര്യക്കാരൻ താൻ അശുദ്ധനാകും എന്ന ചിന്തയൊന്നും അവനെ ഭരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് വളരെ സാഹസികത നിറഞ്ഞതാണ്. കരുണ, സഹജീവിയോട് കരുണ പ്രദർശിപ്പിക്കുക. സഹജീവി എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിൽ മാത്രമല്ല, ഈ പ്രകൃതിയോടും ഒക്കെയുള്ള, കാരണം പ്രകൃതിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. നമ്മളിലൂടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളാൽ ശപിക്കപ്പെട്ടു പോയ ഈ ഭൂമി നമ്മളാൽ രക്ഷപ്പെടുവാനായിട്ട് ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അത്രയും ഉദാത്തമായ ദർശനത്തിലൂടെ നമ്മുടെ കരുണ വളരേണ്ടിയിരിക്കുന്നു. അത്തരം ചിന്തകളിലൂടെ, തിരിച്ചറിവുകളിലൂടെ നടക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും സജ്ജരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിതിന് അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.